ഭരണത്തിന്റെ തടയിൽ നിന്നുകൊണ്ട് ആളുകളുടെ കായികമായി ആക്രമിക്കും, നേരിടും, കൈവെട്ടും, കാലുവെട്ടും, കൊലപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് സംസ്കാരത്തിന് യോജിച്ചല്ല, ക്രമസമാധാന നില ഭംഗം വരുത്തുക. ഗവൺമെന്റ് ഇത്തരം ആളുകളെ ക്രമസമാധാന നില തകരാറിലാക്കുന്നു എന്ന പേരിൽ നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്നു എന്ന പേരിൽ കേസെടുത്ത് നടപടിയെടുക്കണം. ആരുടെ പേരിലായിരുന്നാലും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ മുഴുവൻ നമ്മൾ തല്ലാനും കൊല്ലാനും നടക്കാൻ പറ്റുമോ? ജനാധിപത്യ സംവിധാനത്തിലെ ഭൂഷണമാണോ? സംസ്കാരമുള്ളൊരു പൈതൃകത്തിന് ഭൂഷണമാണോ? ശരിയല്ലല്ലോ. അതുകൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെയേറെ ആശങ്ക ഉളവാക്കാനും സംഘർഷഭരിതമാക്കാനുമാണ് സഹായിക്കുക. CPM എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ ദാവൂദിന്റെ കൈ വെട്ടിക്കളയും CPM-നോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? നിങ്ങളറിയണം, മാധ്യമപ്രവർത്തകർ, ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങളറിയണം, ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് ഇത് ഡൽഹിയല്ല, കേരളമാണ്. ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് CPM. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം. ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടു എന്ന് പറഞ്ഞത്, ആ കൈവെട്ടു എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ, നേതൃത്വം കൊടുത്തവരെ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? പിന്നെന്താ നരേന്ദ്രമോദിയുടെ സംഘപരിവാർ സർക്കാരും പിണറായി വിജയന്റെ ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് ഡൽഹിയിലായിരുന്നെങ്കിൽ ഇവിടെ പ്രകടനം നടത്തിയാണ് CPM അല്ലേ? ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPM-കാരെ, ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല. കാലും വെട്ടും